ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ ചൂട് കട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ മിക്സറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ മിക്സർ തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. 10-15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ചിക്കൻ നമുക്ക് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നോളും. ഇപ്പം ചിക്കൻ പീസ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് ചിക്കൻ പീസ് മാറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസ് ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതുപോലെ ചെറിയൊരു പീസ് ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഒരുപാട് കനത്തിലാവാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് ചെറുതായി പോകാനും പാടില്ല. കുറച്ചൊന്ന് നീളത്തിൽ കനം കുറച്ചിട്ട് വേണം ഒന്ന് മുറിച്ച് എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുഴുവൻ ചിക്കനും ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഇപ്പം ഞാൻ മുറിച്ചെടുത്തിട്ടുള്ള എല്ലാ ചിക്കനും ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മൾ ചിക്കൻ എല്ലാം ഒന്ന് പീസാക്കി എടുക്കുമ്പോഴത്തേക്കും കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. 1/4 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ചിക്കനിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കന് ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം സാധാരണ മിക്സറൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെ അവസാനം നമ്മൾ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു മൈദ വെച്ചിട്ട് മാത്രം ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചിക്കൻ പീസസ് ഒന്ന് പൊരിച്ച് എടുക്കാം. കുറേശ്ശെ ആയിട്ട് ചിക്കൻ പീസ് എണ്ണയിലേക്ക് ഒന്ന് ഇട്ടതിന് ശേഷം ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ പീസ് ഓൾറെഡി വെന്തിട്ടുള്ളതുകൊണ്ട് തന്നെ പുറം ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അതുവരേക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ട് വേണം നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാനായിട്ട്. നല്ലതുപോലെ മൊരിഞ്ഞ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് മസാലയൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ കുതിർന്നത് പോലെ ആയിപ്പോവും. നമുക്ക് ആ ഒരു മിക്സറിൻ്റെ ടേസ്റ്റിൽ വരില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് ഇതിൻ്റെ കളറൊക്കെ ഒന്നൊരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലായി കഴിയുമ്പോഴത്തേക്കും എണ്ണയുടെ പതയൊക്കെ നന്നായിട്ടൊന്ന് കുറഞ്ഞു വരും. ആ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ പീസൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് കടലയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ 1/4 കപ്പ് അളവിൽ നിലക്കടല എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. എണ്ണ ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ കടല ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടാനായിട്ട് തുടങ്ങും. അങ്ങനെ ആ പൊട്ടുന്ന ആ ഒരു സൗണ്ട് ഒന്ന് സ്റ്റോപ്പായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പൊട്ടുകടല കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ 1/4 കപ്പിൻ്റെയും പകുതി അളവിൽ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. പൊട്ടുകടല നമ്മൾ ഒരുപാട് സമയം ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. 1 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്കിതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനൊരു 10ഓളം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ തോടോട് കൂടിയിട്ടാണ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തൊന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള കടലയും പൊട്ടുകടലയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.